ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാൻ വേണ്ടി 1/4 കപ്പ് ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് ഉരുക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു കടായി ചൂടായി അതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് അവൽ, പിന്നെ 1/4 കപ്പ് ചിരവിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിൽ അവലെടുത്ത് നോക്കുമ്പോൾ നല്ല പോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനിയൊരു കടായിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചെടുത്ത് ആ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂ ഒന്ന് വറുത്തെടുത്തത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് ആറിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.